ക്ലിനിക്കില് താരന് മരുന്ന് മേടിക്കാൻ വരുന്ന പേഷ്യൻസിനോട് ഞാൻ പറയലുണ്ട്, നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വയറ് നല്ല ക്ലീൻ ആയിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ താരൻ പ്രോപ്പറായിട്ട് കുറയുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന മരുന്നിന് പ്രോപ്പറായിട്ട് റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പൊ അവരുടെ വയറ് ക്ലീൻ ആവാനും അതുപോലെ താരൻ കുറയാനും ഒക്കെ കൂടിയുള്ള മെഡിസിനാണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാം. ഇപ്പൊ പല ടെസ്റ്റുകളും അല്ലെങ്കിൽ പല മെഡിസിൻസ് എടുത്ത് പല ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും താരൻ കുറയാത്തവരുണ്ട് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് നല്ലതല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യണം. നിങ്ങളുടെ വയറ് ക്ലീൻ ആക്കി വെക്കുക. നിങ്ങൾക്ക് മലബന്ധം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് താരം മാറില്ല. അതുപോലെ പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. കുടലിൽ നല്ല ബാക്ടീരിയകൾ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ഭക്ഷണത്തിന് നന്നായിട്ട് ദഹനം നടക്കുകയുള്ളൂ, മെറ്റബോളിസം നന്നായിട്ട് നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വയറ് ക്ലീൻ ആക്കി ഇരിക്കുകയുള്ളൂ. അപ്പം നന്നായിട്ട് വെള്ളം കുടിക്കുക, ഗട്ട് ഹെൽത്തും കൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ട്രീറ്റ്മെന്റ് എടുത്താലും എന്ത് മെഡിസിൻ എടുത്താലും അതിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫലം കിട്ടൂ.